നമസ്കാരം. നാടിൻ്റെ നാവുന്ന് നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തഡോക്സ്. നമ്മൾ ഒന്ന് രണ്ട് വാർത്തകളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതിൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മളോട് നാട്ടുവട്ടത്തോട് വളരെ അനുഭാവവും സ്നേഹത്തോടെ നിൽക്കുന്ന ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിക്ക് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ നല്ല ജ്വല്ലറിക്കുള്ള അവാർഡ് കിട്ടി. അത് സ്വീകരിച്ചു. സന്തോഷമുണ്ട്. ആ സന്തോഷം ഞങ്ങൾ പങ്കിടുന്നു. ഒപ്പം കുട്ടികളായ നിവേദക സംഘം MLA യുടെ ഓഫീസിലെത്തി നൽകിയ നിവേദനത്തിന് പരിസമാപ്തിയായിരിക്കുന്നു. വെള്ളിമൺ ഗവൺമെൻറ് UP സ്കൂളിലേക്ക് കമ്പ്യൂട്ടറുകളെത്തി. ഒരു കമ്പ്യൂട്ടർ ചോദിക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് ആവശ്യമായ ഒരു കമ്പ്യൂട്ടർ ലാബ് തന്നെ അവിടെ സജ്ജീകരിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം ചെറുതെങ്കിലും മനോഹരമായ ആ വാർത്തയിൽ ഇന്നുണ്ട്. ഒപ്പം നമുക്ക് പറയാനുള്ളത് ഈ അധ്യാപകരോടാണ്. നമ്മളെല്ലാം കേരളത്തിൽ നമ്പർ 1 ആണ്, ഡിജിറ്റൽ നമ്പർ 1 ആണ്. ഞാൻ വാർത്തകളൊക്കെ എടുക്കാൻ ചെല്ലുന്ന സ്കൂളുകളിലൊക്കെ ഞാൻ കാണുന്നത് പ്രൊജക്ടറെല്ലാം മുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ കറുത്ത തുണിയിട്ടോ വെള്ള തുണിയിട്ടോ മൂടിയിരിക്കുകയാണ്. അതിൻ്റെ ആ മൂടൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പൊടി തട്ടി ചിലന്തി വല കയറിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇതൊന്ന് ഉപയോഗിക്കണം എന്ന് അവരോട് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. സ്കൂൾ പഠനം മെച്ചപ്പെടുത്തണം. MLA പശ്ചാത്തല സൗകര്യങ്ങളും പഠന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനോടൊപ്പം പൊതുവിദ്യാലയങ്ങളിൽ പഠനവും മെച്ചപ്പെടണമെന്ന് PC വിഷ്ണുനാഥ് MLA വെള്ളിമൺ ഗവൺമെന്റ് UP സ്കൂളിൽ MLA ഫണ്ടിൽ നൽകിയ കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. PTA പ്രസിഡന്റ് PM ഷാജൻ അധ്യക്ഷത വഹിച്ചു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ, വാർഡംഗം സ്റ്റാലിൻ സിറിൽ, K സോമവല്ലി, AEO ശശിധരൻ പിള്ള, ഹെഡ്മിസ്റ്റർ H ഷീജ, SMC ചെയർമാൻ രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി റീന ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. 3 ലാപ്ടോപ്പുകളും 2 ഡെസ്ക്ടോപ്പുകളും സ്പീക്കർ സിസ്റ്റങ്ങളുമാണ് MLA സ്കൂളിന് നൽകിയത്. പിന്നെ അവർ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഒന്ന് കളിക്കുന്ന ഉപകരണങ്ങളില്ല എന്നുള്ളതായിരുന്നു. 2 ഈ കമ്പ്യൂട്ടർ IT ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഈ സ്പോർട്സിൻ്റെ അമ്മേ ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. മതേതരത്വം ഭരണഘടനയിൽ വേണ്ടെന്ന പ്രചാരണം അപകടം. MP മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ വേണ്ടെന്ന ചില കേന്ദ്രങ്ങളിലെ പ്രചാരണത്തിനെതിരെ കരുതിയിരിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP കേരളപുരം സെക്കുലർ ലൈബ്രറിയുടെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് PC വിഷ്ണുനാഥ് MLA അവാർഡുകൾ നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, K ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് TC വിജയൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി B പത്മകുമാർ, കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ A ഷാജി, ലൈബ്രറി വൈസ് പ്രസിഡന്റ് S ശ്രീനിവാസൻ, K ഗീത, B ഇന്ദിര, കൃഷ്ണപ്രിയ, K സത്യൻ, J മുരളീധരൻപിള്ള, M ജയശീലൻ, PS ഹബീബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് 1950 ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രൂപപ്പെട്ട ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് അല്ലെങ്കിൽ സോഷ്യലിസം എന്ന വാക്ക് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ ക്യാമ്പയിൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മതേതര ലൈബ്രറി എന്ന പേരിൽ കേരളപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സംരംഭം, സാംസ്കാരിക പ്രസ്ഥാനം സജീവമായി പ്രവർത്തിച്ചു പോകുന്നത്. കാരണം മതനിരപേക്ഷത എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ആണിക്കല്ലാണ്, മൂലക്കല്ലാണ്.
ആ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതം അംഗീകരിച്ചിട്ടുള്ള ഭരണ വ്യവസ്ഥ. ആ ഭരണ വ്യവസ്ഥ കാലഹരണപ്പെട്ടതാണെന്നും ലിഖിതമായ ഭരണഘടനയുടെയും ഭരണഘടനാ തത്വങ്ങളുടെയും ആവശ്യമില്ലെന്നും പ്രത്യക്ഷത്തിൽ തന്നെ വാദിക്കാൻ ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ പ്രക്രിയയുടെ ശാക്തീകരണത്തിനും അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിലോമകരമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടുന്ന സമയമായി എന്നാണ് വിശ്വസിക്കുന്നത്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ജുവലറി അവാർഡ് ചിന്നൂസിന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരള ജുവലറി ഇൻ്റർനാഷണൽ ഫെയർ 2025 കേരള ജുവലറി അവാർഡ് നൈറ്റ് പ്രോഗ്രാമിൽ സിംഗിൾ ലാർജ് റീറ്റെയിൽ ജുവലറി കാറ്റഗറിയിൽ അവാർഡ് കുണ്ടറ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന് ലഭിച്ചു. ചിന്നൂസ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലീബ് സിനിമാ താരം ഹണി റോസിൽ നിന്നും അവാർഡ് സ്വീകരിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ, സംസ്ഥാന സെക്രട്ടറി ബീരിൻ തോമസ്, സ്വാർ ഗ്രൂപ്പ് ചെയർമാൻ രാജേന്ദ്ര ജെയിൻ, യുണൈറ്റഡ് എക്സിബിഷൻ പ്രോജക്ട് ഡയറക്ടർ ബി കെ മനോജ് എന്നിവർ പങ്കെടുത്തു. സ്വാർ ഗ്രൂപ്പ് ചെയർമാൻ രാജേന്ദ്ര ജെയിൻ, യുണൈറ്റഡ് എക്സിബിഷൻ പ്രോജക്ട് ഡയറക്ടർ ബി കെ മനോജ് എന്നിവർ പങ്കെടുത്തു. മോൻ എവിടെ കാവ്യെ കണ്ടില്ലല്ലോ? അവനെ അപ്പുറത്തെ തുഷാര ചേച്ചിയുടെ വീട്ടിൽ മൊട്ടയ്ക്ക് പറഞ്ഞു വിട്ടേക്കുവാ. 3-ല്ലേ അവൻ പഠിക്കുന്നേ? കേള രജനിയുടെ മോനെ അവരേതോ ഒരു വലിയ സ്കൂളിൽ ചേർത്ത്. നീ അറിഞ്ഞായിരുന്നോ അത്? നമ്മുടെ കണ്ണപ്പനെ അവിടെ ആക്കാതായിരുന്നു. ഇല്ല ചേച്ചി, അവനെ നമ്മളെ അതാ വന്നല്ലോ. ഇതാ മുട്ട. തുഷാരേന്റി 50 rupees ബാലൻസ് തന്നു. പിന്നെ ഇതാ ചോക്ലേറ്റ്സും വാങ്ങി 8 rupees. ബാലൻസ് 42 rupees. കൊള്ളാമല്ലോ കണ്ണപ്പ, കണക്കൊക്കെ ശരിയാണല്ലോ. നീ വന്നോ? ഇതാ ചോക്ലേറ്റ്. ഇവൻ ഏത് സ്കൂളിലാ കാവ്യ പഠിക്കുന്നേ? കൊള്ളാമല്ലോ. മോനെ സെന്റ് കുര്യാക്കോസ് LPS സ്കൂളിലാ പഠിക്കുന്നേ. അവിടെ പാഠപുസ്തകം മാത്രമല്ല, ജീവിതവും പഠിപ്പിക്കുന്നുണ്ട്. മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് LPS പള്ളിമുക്ക് കുണ്ടറ. സബ് ജില്ലാ കലോത്സവത്തിൽ 2nd ഓവറാൾ. പ്ലേ സ്കൂൾ ഓപ്പൺ. ചിട്ടയായ അസംബ്ലി. 1 മണി വാർത്ത. സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. സ്മാർട്ട് ക്ലാസ് റൂംസ്, IT ലാബ്, എക്സലന്റ് LSS ട്രെയിനിങ്, സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ, പരിശീലനം ലഭിച്ച അധ്യാപകർ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സ്കൂൾ ബസ് സൗകര്യം, ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് LPSൽ സ്വന്തം. കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ. പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ ഇന്ന് തന്നെ സെന്റ് കുര്യാക്കോസ് LP സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. വിദ്യാഭ്യാസ അവാർഡ് വിതരണം. പേരയം ദേശാഭിപരത്തിന് യുവജന സമാജം ഗ്രന്ഥശാലയിൽ വിദ്യാഭ്യാസ അവാർഡ് പഠനോപകരണവും ഹ്രസ്വചിത്ര പ്രദർശനവും നടന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് D. സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി KP സജിനാഥ് ഉദ്ഘാടനം ചെയ്തു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
ജി സുശീല മുഖ്യപ്രഭാഷണവും പഠനോപകരണ വിതരണവും നടത്തി. പേരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ, വാർഡ് മെമ്പർ പി രമേശ് കുമാർ, ലൈബ്രറി സെക്രട്ടറി ആർ ശ്രീരാജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അജിത് കുമാർ, ശ്രീയേഷ് എന്നിവർ സംസാരിച്ചു. യുവ സംവിധായിക LT ധർമ്മ ലഹരി വിപത്തിനെതിരെ പുറത്തിറക്കിയ തിരികെ എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ പുസ്തകം പത്രങ്ങളൊക്കെ വായിക്കുന്നവരുടെ ഇടയിലൊക്കെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന നിരവധി നാടകങ്ങൾ, ഏകാന്ത നാടകങ്ങൾ ഇരുട്ട് വിളക്കിൽ നിന്ന് കണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വളരെ കൊച്ചിരിയാണ്. അപ്പോൾ പരിചയമുള്ള മാമന്മാരാരെങ്കിലും വരുമ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് കടയിൽ കൊണ്ടുപോയി ആഹാരങ്ങൾ, അപ്പവും ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്ന പറയുന്നില്ല. എപ്പോഴൊക്കെ അപ്പവും ഒരു കിഴങ്ങുകറി കിട്ടുക എന്ന് പറയുന്ന വലിയ സന്തോഷമാണ്. മൊത്തം ചോറാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ കുഴിമന്തിയിലേക്കാണ്. ഞാറ്റുവേല ചന്ത കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുണ്ടറ മിനി സിവിൽ സ്റ്റേഷനിൽ ഞാറ്റുവേല ചന്ത നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു. ബി വിനോദ്, ബിജു തോമസ്, കെ ദേവദാസൻ, സുരഭി, ടി ബിനു, സദാശിവൻ, BK മഞ്ജു, കൃഷി ഓഫീസർ ബിനീഷ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. നാട്ടുവട്ടം വാർത്തകൾ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറക്കിയിട്ടുള്ള 19ാമത്തെ സിനിമ ടിഷ്യൂ പേപ്പർ 2 ദിവസം മുമ്പ് നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തു. വളരെ നല്ല പ്രതികരണമാണ് 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. കാണാൻ ഇതുവരെയും സമയം കിട്ടിയിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇന്ന് തന്നെ 6 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ വാർത്ത സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ നാളെ രാത്രി നമുക്ക് വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.